ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സൺസ്ക്രീൻസിന്റെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും ഓരോ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് എനിക്ക് ഏത് സൺസ്ക്രീൻ ആണ് ബെറ്റർ ആവുക, സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. കാരണം നമ്മൾ എന്തൊക്കെ മിസ് ചെയ്താലും നമ്മുടെ സ്കിൻ കെയർ നമ്മൾ മിസ് ചെയ്ത് മേക്കപ്പ് ഇഷ്ടമല്ലേ, ഓക്കെ ഡോണ്ട് ഡു, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യണ്ട. പക്ഷെ സ്കിൻ കെയറും മേക്കപ്പും ഡിഫറെന്റ് ആണ്. സോ സ്കിൻ കെയർ ചെയ്യുന്നത് നിങ്ങളിപ്പോ നിങ്ങൾക്ക് എന്തൊരു അസുഖം ഉണ്ട്, സോ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ അതിനെ കെയർ ചെയ്യുന്നത് മാത്രം, നമ്മൾ കുളിക്കുക അതൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ നമ്മുടെ സെൽഫിനെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലുള്ള ഒരു കാര്യമാണ് ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞാലും. സോ ഡോണ്ട് മിസ് സ്കിൻ കെയർ. സോ സ്കിൻ കെയറിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സോ പലരും അത് റോങ് ആയ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഇന്റർവേഴ്സിൽ അപ്ലൈ ചെയ്യില്ല, നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്സും അതുപോലെ തന്നെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള സൺസ്ക്രീൻ എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കുറച്ച് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന കുറച്ച് സൺസ്ക്രീൻസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ജസ്റ്റ് ഗോ ടു ദ വീഡിയോ. അപ്പൊ അതിനു മുമ്പ് ഫസ്റ്റ് ടൈം ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന കുറച്ച് സൺസ്ക്രീൻസ്. ഓക്കെ, അയ്യോ, ഇതൊക്കെയാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന കുറച്ച് സൺസ്ക്രീൻസ്. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ലാക്മേയുടെ വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു 1 hour ബിഫോറെങ്കിലും യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്വെറ്റ് ആവാൻ പാടില്ല. സ്വെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പെയിന്റ് ഇളകി പോരുന്ന പോലെ പോരും സംഭവം. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് സ്കിൻ ഓയിലി ആവുന്ന സമയത്തൊക്കെ ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പിമ്പിൾസ് വരുന്ന പോലെയും തോന്നി. സോ അതിന്റെ സിസ്റ്റം അത് ഓക്കെയാണ് കേട്ടോ, പക്ഷെ എനിക്കത് സെറ്റ് ആയില്ല. അത് കാരണം ഞാനത് സ്കിപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല, പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ റെഗുലർലി യൂസ് ചെയ്ത് കൊണ്ടിരുന്നത് ഇതാണ്. ഇത് ഞാനൊരു 3-4-5 കുറെ ട്യൂബ്സ് ഞാൻ യൂസ് ചെയ്തു. എന്റെ സിസ്റ്റർ യൂസ് ചെയ്തത്, അമ്മയൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്കിന്നും എന്റെ സ്കിന്നൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ അമ്മയ്ക്ക് ഇത് സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ അമ്മ ഇതാണ് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് എന്തെങ്കിലും ഫേസ് നമുക്ക് പറ്റാത്ത സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിമ്പിൾസ് വരും. പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ അത് ബ്ലാക്ക് മാർക്കാവും. ചിലർക്കൊക്കെ റെഡ്നെസ് ഉണ്ടാവുക, പക്ഷെ അമ്മയ്ക്ക് എങ്ങനെയാ വെച്ചാൽ ബ്ലാക്ക് മാർക്കാണ് വരിക. സോ ഭയങ്കര വൃത്തികേടാവും. അതുകൊണ്ട് ഇത് അമ്മയ്ക്ക് പ്രശ്നമില്ല. അപ്പൊ അമ്മ ഇതാണ് യൂസ് ചെയ്തത്, പ്ലമ്മിന്റെ SPF 50 ഉള്ളത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഒരു ഓക്കെ 399 ആണ്. ഈ ഒരു 50 ഗ്രാമിന്റെ, ഓക്കെ 50 ഗ്രാമിന്റെ ഈ ഒരു പാക്കിന് വരുന്നത് 399 ആണ്. സോ നെക്സ്റ്റ് വൺ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിന്റെ ഒരു സൺ സ്റ്റിക്ക് ആണ് കേട്ടോ. സോ ഇത് ഞാൻ കുറച്ച് ഓയിലാണ്. സോ അതുകൊണ്ട് ഞാനിത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാന്, അതുപോലെ തന്നെ ജസ്റ്റ് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറ്. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ഓപ്പൺ ചെയ്ത് വേണം കാണിച്ചു തരാം. സോ ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രാസണിന്റെ ഒരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ്. ഓക്കെ, ഇത് SPF 30 ഉണ്ട്, പക്ഷെ നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത സംഭവം കഴിഞ്ഞു, കിട്ടാനില്ല. ഓക്കെ, ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ്. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട് ലൈറ്റ് ആയിട്ട്. നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ട്രാൻസ്പെറന്റ് ആവും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വിചാരിക്കും ഓക്കെ ഭയങ്കര ഹെവി ആണെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്ര എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വാട്ടർ പോലെ എന്തെങ്കിലും വാനിഷ് ആവും. ആ തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ക്രീം പെട്ടെന്ന് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. ഓക്കെ, പിന്നെ ഫോർത്ത് വണ്ണാണ് ഇത്. ഇത് സൺഷെയ്ഡ് അൾട്രാ ബ്ലോക്ക് ലോഷൻ വിത്ത് SPF 50 PA+++ ആണ്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ നോബ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇതും ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണ് നമുക്ക്. ഓക്കെ, എൻ്റെ അമ്മോ, നല്ല വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കി നോക്കാം എന്താണ് റിസൾട്ട്.
ഓക്കെ, ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ല. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മുടെ ഹൈഡ്രാസണിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, നമ്മുടെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷെ ഒരു ഗ്ലോ ആണ് തരുന്നത് കേട്ടോ. എനിക്കിത് ഇഷ്ടമായി. നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ലിപ്സ്റ്റിക്കും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ തരുന്ന പോലെ തോന്നും. പിന്നെ വേഗം സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നത് കേട്ടോ. എനിക്ക് ലാക്മേയുടെ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പൊ യൂസ് ചെയ്യുന്നവരുണ്ട് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ഓക്കെ ആയിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ലാക്മേയുടെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്ന പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഭയങ്കര ഹെവി ആയിട്ട് സ്കിന്നിന് തോന്നാറുണ്ട്. സോ അവർ അങ്ങനൊക്കെ കുറേ ഡിമെറിറ്റ്സ് എനിക്ക് തോന്നുന്നത് കാരണമാണ്, എന്റെ സ്കിന്നിൽ എനിക്ക് തോന്നുന്നത് കാരണമാണ് ഞാനത് സ്കിപ്പ് ചെയ്ത്. ഇത് ഞാനിപ്പോൾ റീസെന്റ് നടത്തിയൊരു പർച്ചേസ് ആണ്. ഓക്കെ, ഇത് ഡോട്ട് ആൻഡ് കീയുടെ SPF 50 PA++++, 4+ന്റെ ഓക്കെ, +++ ഉള്ള ഓയിൽ ഫ്രീ മാംഗോ ഡീറ്റൺ ജെൽ സൺസ്ക്രീൻ ആണ്. ഓക്കെ, സോ എനിക്ക് ഈ ബോട്ടിലിന്റെ കളറ്, ബോട്ടിലിന്റെ പാക്കേജ്, ഷേപ്പ്, അതുപോലെ റേറ്റ് വരുന്നതിന് 595 ആണ്. എല്ലാം ഇഷ്ടമായി. ഇന്നിപ്പോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ അപ്ലിക്കേറ്ററും എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം, കയ്യിലൊന്നും ആവാതെ. സോറി, കയ്യിൽ മീൻസ് കയ്യിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞെക്കി അമർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കത് ഭയങ്കര അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഡെയിലി സ്കിന്നിൽ മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് ആൻഡ് സ്കിൻ കെയർ ഓൺലി കണ്ടോ, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി. ഇത് മറ്റേ നമ്മുടെ ലാക്മേയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്ന് തേച്ച് പിടിപ്പിക്കണം, മെഴുകി പിടിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. സോ ഇത് ഈ സൺസ്ക്രീൻ എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു അട്രാക്ഷൻ കൊണ്ട് വാങ്ങിയതാണ്. ഓക്കെ, അട്രാക്ഷൻ എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ നൈക്കയുടെ ഷോപ്പിൽ പോയപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ ജസ്റ്റ് കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ കയ്യിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നി. എന്റെ സിസ്റ്ററും കണ്ടപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവളും ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഞാനും ഒരെണ്ണം എടുത്തിട്ടുണ്ട്, രണ്ടുപേരും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനത്തെ ഒരു ബോട്ടിലായി കാരണം നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോ കാലി ആവാറായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഉള്ളിൽ പ്രൊഡക്റ്റ് എടുക്കും. സോ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി, ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. സോ നമ്മൾ ഇന്നിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എന്തായാലും 2 hours 3 hours ശേഷമൊക്കെ നമ്മൾ റീ അപ്ലൈ ചെയ്തു. അപ്പോഴേക്കും ഈ മേലെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ താഴെ സെറ്റിൽ ആയിട്ടുണ്ടാവും. സോ ജസ്റ്റ് സ്കീസ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ റീസെന്റ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമന്റ് ചെയ്യുക. ഞാൻ ലിങ്ക് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം, അതുപോലെ ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണം നമുക്ക് ഓയിൽ ടൈപ്പ് ആയിട്ടുള്ള സ്കിന്ന്, അതുപോലെ ഡ്രൈ ടൈപ്പ് ആയിട്ടുള്ള സ്കിന്ന്, എല്ലാ സ്കിന്നിനും പറ്റിയൊന്നാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിന് മാരേജിന്റെ ടൈം ആയിട്ട് നല്ലോണം പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് സ്കിന്നിൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞതാണ് ഡോക്ടർ. ബിക്കോസ് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അപ്പൊ അലർജിക് ആവും, അതുപോലെ തന്നെ സ്കിന്നിൽ പിമ്പിൾസ് വരും. ആ ഒരു വ്യക്തിക്ക് ഇത്, അതുപോലെ തന്നെ എന്റെ പ്ലമ്മിന്റെ ടോണർ, നിയാസിനമൈഡ്, അങ്ങനെയുള്ള ഞാൻ സജസ്റ്റ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാരേജൊക്കെ അടിപൊളിയായിരുന്നു. സ്കിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം ആയി കിട്ടി. അവള് പേഴ്സണലി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത് ഞാൻ അമ്മയുടെ കേസ് പറഞ്ഞല്ലോ, അങ്ങനെ ഓയിൽ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ പേടിക്കണ്ട. ഇതും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ഓയിൽ ഫ്രീ ആണ് സംഭവം. ഇത് ഞാൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, സിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഈ രണ്ടെണ്ണം നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.